മതപരിവർത്തനത്തിനെതിരെ രാജസ്ഥാനിലെ ബി.ജെ.പി. സർക്കാർ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. ജീവപര്യന്തവും അതോടൊപ്പം തന്നെ 25 ലക്ഷം രൂപ പിഴയും ഈടാക്കാനാണ് തീരുമാനം. ഇനി ഇതിനെതിരെ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. നേതൃത്വം രംഗത്തിറങ്ങുമോ? കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. നേതൃത്വം രംഗത്തിറങ്ങിയാലും രാജസ്ഥാൻ സർക്കാർ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമുക്കറിയാം, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിലുണ്ട്. യു.പിയിലും ഛത്തീസ്ഗഡിലുമൊക്കെ നമുക്കത് അറിയാവുന്നതാണ്. അവിടെ നടന്ന പല കേസുകളിലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തിലും നമുക്കതറിയാം. ആ നിയമം ഉപയോഗിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ രാജസ്ഥാൻ സർക്കാർ കുറച്ചുകൂടെ കർശനമാക്കുകയാണ് ശിക്ഷാ നടപടികൾ. അതായത് ഈ കൂട്ട മതപരിവർത്തനം, അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. ഈ സുവിശേഷക്കാരും മറ്റുമൊക്കെ ചെയ്യുന്നത്, അതുപോലെ ചില പ്രത്യേക മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത് ഒരു വ്യക്തിയെ മതം മാറ്റിക്കൊണ്ടു പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് കൂട്ടമായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ, ഒരു ഗ്രാമത്തിൽ ചെന്ന ആ ഗ്രാമവാസികളെ, അല്ലെങ്കിൽ ഒരു തറവാട്, ഒരു കുടുംബം അവിടെ ചെന്ന ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ, ആ തറവാട്ടിൽ താമസിക്കുന്നവരടക്കം ഉള്ളവരെ ഒക്കെ ഇങ്ങനെ മതം മാറ്റി, അവരുടെ ബന്ധുക്കളെയൊക്കെ മതം മാറ്റുകയാണ്. ഇപ്പോൾ ഒരു പുരുഷനെ മതം മാറ്റിയാൽ അയാളുടെ ഭാര്യ, മക്കളൊക്കെ മതം മാറുകയാണ്. ഇങ്ങനെ ഈ കൂട്ട മതപരിവർത്തനത്തിനെതിരെയാണ് കർശനമായ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കൂ, ഇത് ഒരു വ്യക്തിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം, അയാളുടെ മലയാളികൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കണം. കന്യാസ്ത്രീകളെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ആദിവാസി അല്ലെ, അതെ, യുവതികളെ മതം മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാറിയപ്പോഴാണ് അതൊരു വിവാദമായി മാറുന്നത്. അത് വിവാദമായതും അത് കേസായതും നിയമ നടപടിക്ക് വിധേയമായതും ഒക്കെ അങ്ങനെയാണ്. മറിച്ച് നോക്കൂ, ഉത്തരേന്ത്യയിൽ എത്ര ഈ മിഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു, കോൺവെന്റുകൾ പ്രവർത്തിക്കുന്നു, പള്ളികൾ പ്രവർത്തിക്കുന്നു. അവർക്കെതിരെ ഒന്നും കേസുകളില്ലല്ലോ. എന്തുകൊണ്ടില്ല? അവർ മതപരിവർത്തനം നടത്തുന്നില്ല. മതപരിവർത്തനം നടത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചാൽ അത് പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടാൽ കേസെടുക്കും, നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരും. നേരെ മറിച്ച് അവരവരുടെ വിശ്വാസവും ആ വിശ്വാസി സമൂഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. ആരും ആരെയും പീഡിപ്പിക്കാൻ വരില്ല, ആരും ആർക്കെതിരെയും കേസെടുക്കില്ല. മറിച്ച് ഈ പാവപ്പെട്ട ആൾക്കാരെ, നിരക്ഷര കുക്ഷികളായ ആദിവാസികളെ, പറയുന്നത് പോലെ വലിയ അറിവും പഠിപ്പും ഒന്നും ഇല്ലാത്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ ഒക്കെ മതം മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ കൂട്ട മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ അതൊരു നേരായ മാർഗത്തിലുള്ള വിശ്വാസമാറ്റമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വ്യയം ചെയ്യേണ്ട. ഇവിടെ ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ വളരെ കൃത്യമായിട്ട് ആ നിയമം പറഞ്ഞിരിക്കുന്നത്, ആ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഒരു പൊതുവായ പൊതുവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെയാണ് മാറ്റുന്നതെങ്കിൽ പറഞ്ഞതുപോലെ 7 മുതൽ 14 വർഷം വരെ കഠിന തടവ് ലഭിക്കാം. 5 ലക്ഷം രൂപയാണ് പിഴ. അത് ആര് മതപരിവർത്തനം നടത്തിയാലും ഈ വിഷയമുണ്ട്. അപ്പോൾ ഈ പൊതുവിഭാഗത്തിനാണ് ഈ പറഞ്ഞതുപോലെ കൂട്ടായ രീതിയിലോ ഒക്കെ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം, പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനം, വാഗ്ദാനങ്ങൾ നൽകിയുള്ള മതപരിവർത്തനം, ഇതിനാണ് ഈ ശിക്ഷ. ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലാണെങ്കിൽ ശിക്ഷ കൂടും. 10 മുതൽ 15 വർഷം വരെയാകാം, അത് ജീവപര്യന്തം വരെയുമാകാം. പിഴത്തുക 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. അങ്ങനെ നിയമം വളരെ കൃത്യമായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് കുറ്റകൃത്യമാകുന്നത്, ആരൊക്കെയാണ് ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നത് എന്നൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങൾ നൽകിയും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒക്കെ മതം മാറ്റുക, കൂട്ടമതപരിവർത്തനം നടത്തുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആ നിയമ ഭേദഗതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ആദിവാസി വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. നേരെ മറിച്ച് ഗുജറാത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാജസ്ഥാനിലോ ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ തോത് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ഉള്ള സുവിശേഷക്കാരും അങ്ങനെയുള്ള ലോബികളും, അത് പല മതങ്ങളുടെയും, ഞാൻ ഒരു മതത്തിൻ്റെ മാത്രം അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, പല മതങ്ങളുടെയും ഇത്തരത്തിലുള്ള മതം മാറ്റ ലോബി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനെല്ലാം ഒരു കേരള ബന്ധമുണ്ട്. ഏത് മതത്തിൻ്റെതാണെങ്കിലും ശരി, അതിനൊരു കേരള ബന്ധമുണ്ട്.
ആ കേരള ബന്ധം ആണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശ്രീജിത്ത് ആദ്യം ചോദിച്ച കേരള BJP ഇതിനെതിരെ രംഗത്ത് വരുമോ എന്നുള്ള ചോദ്യം ഉയരാൻ തന്നെ കാരണം ഈ കേരള ബന്ധമാണ്. ഇവരിൽ പലരും ഇവിടെ ഒരു വോട്ട് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ വോട്ട് ബാങ്ക് കൃത്യമായിട്ട് കയ്യിൽ വെച്ച് കാരണം ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഒറീസയിൽ കേസെടുത്തത് മലയാളികൾക്കെതിരാണ്. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, മധ്യപ്രദേശിൽ അങ്ങനെ ഒരു മലയാളി മാഫിയ തന്നെ ഉണ്ടല്ലേ ഈ മതപരിവർത്തനത്തിന്. തീർച്ചയായിട്ടും ഈ മതപരിവർത്തനം ഒരു ജോലിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ കേരളത്തിൽ നിന്ന് ഈ വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സമ്പൂർണ്ണമായിട്ടും മതപരിവർത്തനം ചെയ്യപ്പെട്ടു. അവിടെ എല്ലാം ആ മതപരിവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ്. അത് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലാണ് ആ മതപരിവർത്തനം നടന്നതെന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി അത് പതുക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അവരുടെ ശ്രമം. നോക്കൂ, എന്തുകൊണ്ട് ഇവർ ജമ്മു കാശ്മീരിൽ പോയിട്ട് കാശ്മീരിൽ മതപരിവർത്തനം നടത്തുന്നില്ല? എന്തുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഇവർ മതപരിവർത്തനം നടത്തുന്നില്ല? മലപ്പുറം ജില്ലയിലും ക്രിസ്ത്യാനികളുണ്ട്, അവിടെ പള്ളിയുണ്ട്, ഒക്കെയുണ്ട്. നിലമ്പൂരും മറ്റുമൊക്കെ, മഞ്ചേരിയിലും മറ്റുമൊക്കെ ക്രിസ്ത്യൻ സമുദായങ്ങളുണ്ട്, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുമുണ്ട്, സഭകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ നമ്മുടെയൊക്കെ ഈ റോഡുകളിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അത്തരത്തിൽ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കാശ്മീരിൽ അവരത് ചെയ്യുന്നില്ല? നമ്മൾ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ കാര്യം വിടാം, അവിടെ അതൊക്കെ വേറെ രാജ്യങ്ങളാണെന്ന് പറയാം. പക്ഷേ ഇത് ഇന്ത്യക്കുള്ളിലാണല്ലോ. അപ്പോൾ അവരുടെ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളാണ്. ഹിന്ദു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു OBC-ക്കാരുമാണ്. ഇപ്പോൾ ആന്ധ്രയിൽ നമുക്കറിയാം വലിയ തോതിൽ മതപരിവർത്തനം നടത്തി ഈ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും എല്ലാം അവർ മതം മാറ്റി ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നു. തെലങ്കാനയിൽ അതുപോലെ. അത് പട്ടികജാതി പട്ടികവർഗക്കാരെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവർ ലക്ഷ്യം വെക്കുന്നത് OBC പിന്നാക്ക വിഭാഗങ്ങളെയാണ്. അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളെയാണ്. അത് കേരളത്തിലും അങ്ങനെയാണ്. അവർ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും പരമാവധി മതം മാറ്റാവുന്നിടത്തോളം മതം മാറ്റി പിന്നീട് അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് OBC-യിലേക്കാണ്. അപ്പോൾ അതിനെതിരെ SNDP ഒക്കെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് കേരളത്തിലേക്കതാ. പക്ഷെ കേരളത്തിന് പുറത്ത് അങ്ങനെ രംഗത്ത് വരാൻ ഈ പറയുന്നത് പോലെയുള്ള സമുദായ സംഘടനകളില്ല. അവിടെ ഹിന്ദു സംഘടനകൾ മാത്രമേ ഉള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയൊക്കെയുള്ള സംഘടനകളാണ്, ബജ്റംഗ് ദൾ പോലെയുള്ള യുവജന സംഘടനകളൊക്കെയാണ് അതിനെതിരെ രംഗത്ത് വരുന്നത്. അത് പലപ്പോഴും അക്രമത്തിൽ കലാശിക്കുന്ന, സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെതിരെ സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കി ഒരു സ്വസ്ഥമായ ആത്മീയ ജീവിതം മനുഷ്യർക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാജസ്ഥാൻ സർക്കാരും UP-യുടെയും ഛത്തീസ്ഗഡിൻ്റെയും ഒക്കെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നത്. കർശനമായ മതപരിവർത്തന നിരോധന നിയമം അവർ കൊണ്ടുവരുന്നതും അതിൻ്റെ ചുവട് പിടിച്ചാണ്. ഈ നമുക്കറിയാം ഇപ്പോൾ ജാർഖണ്ഡിലൊക്കെ കൃത്യമായിട്ട് അവിടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും അവിടെ കൂടുതലും ഭരിച്ചിട്ടുള്ളത്. ഒറീസ നമുക്കറിയാം BJP-യുടെ ഭരണത്തിന് കീഴിലായിരുന്നില്ല. നേരത്തെ BJP-ക്കും കൂടി പങ്കാളിത്തമുള്ള സർക്കാരുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറിയ കൂറും BJP-യുടെ കയ്യിലായിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് BJP-യുടെ കൈവശം ഒറീസയുടെ ഭരണം വന്നു ചേർന്നത്. പക്ഷേ വന്നു ചേർന്ന ഉടനെ തന്നെ BJP അവിടെ ഈ കർശനമായ നിയമം കൊണ്ടുവരികയും ഇത് ഒരു കുറ്റകൃത്യമാണ്, ഈ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ഗുജറാത്തിൽ നമുക്കറിയാം, ഗുജറാത്തിൽ ഈ പറഞ്ഞതുപോലെ നിയമമൊക്കെ നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ UP വളരെ കർശനമായ നിയമം അവിടെ ഉണ്ട്. യോഗി ആദിത്യനാഥ് ഒരു വിധത്തിലും അതിനോട് കോംപ്രമൈസ് ചെയ്യില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശിലും നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. മധ്യപ്രദേശിൽ ഈ ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നപ്പോഴാണ് ഇവിടെ വലിയ തോതിൽ മതപരിവർത്തനം നടന്നത്. അതിനുശേഷം ഈ ഛത്തീസ്ഗഡ് ഒരു പ്രത്യേക സംസ്ഥാനമായി പട്ടികവർഗക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു ഭരണ സംവിധാനം അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈ മതപരിവർത്തനത്തിന് എതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിനെ അടിച്ചമർത്താനാണ് ഈ നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്, ഈ മതപരിവർത്തന ലോബി. ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് അവസാനിച്ചു. ഈ നക്സലൈറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കൊന്നും ഇനി കൂടുതൽ കളിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം മുമ്പൊരിക്കൽ ഒഡീഷയിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. അവിടെ
സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ സന്യാസിയെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം മതപരിവർത്തനത്തെ എതിർത്തു. അങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടു പോയ ഈ പട്ടികവർഗ വിഭാഗങ്ങളെ, പട്ടികജാതിക്കാരെ ഒക്കെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വലിയ തോതിൽ അദ്ദേഹം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് അത് ഈ മതപരിവർത്തന ലോബിക്ക് അവരുടെ കണ്ണിലെ കരടായി. അവർ കൊട്ടേഷൻ കൊടുത്ത് മാവോയിസ്റ്റുകളെ കൊണ്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യിക്കുകയായിരുന്നു. ഇതൊക്കെ ഏതാണ്ട് ഇത് 2008-09 ആ കാലത്ത് 7-8 കാലത്തൊക്കെ നടന്നതാണ് ഈ ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതകവും മറ്റുമൊക്കെ. പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും BJPയുടെ ഭരണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്കിതല്ലാതെ മറ്റു നിവൃത്തിയില്ല. കേരളത്തിൽ കുറച്ച് BJPക്കാർ കിടന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. അതിനൊന്നും കേന്ദ്ര നേതൃത്വം വലിയ വില കൊടുക്കുന്നില്ല. പ്രത്യേകിച്ചും വിശ്വഹിന്ദു പരിഷത്ത് പല സംസ്ഥാനങ്ങളിലും വലിയ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കർശനമായ നിയമം കൊണ്ടുവരാതിരിക്കാൻ BJPക്ക് നിർവാഹമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.